ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഈവനിങ് സ്നാക്കാണ് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ കർണാടക സ്പെഷ്യൽ മധുർ വടയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. മധുർ വട അവിടുത്തെ ഒരു സ്ഥലമാണ് ഈ മധുർ. അപ്പോൾ അവിടുത്തെ സ്പെഷ്യാലിറ്റിയായ മധുർ വടയാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പകുതി സവോള, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് നുറുക്കിയെടുക്കണം. എല്ലാം നല്ല ഫൈനായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു പകുതി സവോള എടുത്താൽ മതിയാവും. വലുതാണെങ്കിൽ ഒരു 1/4 ഭാഗമൊക്കെ മതിയാവും. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. നന്നായിട്ട് തന്നെ കറിവേപ്പില ഇടാം. അതേപോലെ മല്ലിയിലയും ഇടുന്നുണ്ട്. കറിവേപ്പില എൻ്റെ കയ്യിൽ കുറച്ച് കുറവായതുകൊണ്ടാണ് അത്ര ഇട്ടത്. ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് മൈദ, 1/4 കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ല തിളച്ച 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ആ ഓയിൽ ഈ ഒരു പൊടികളുമായിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ച് മാറ്റി വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ വെള്ളം ചേർത്ത് കുഴയ്ക്കുള്ളൂ. 1/2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തത്. അത് മുഴുവനായിട്ടും തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നല്ല ഒരു ഡോ ആക്കി മാറ്റി വെക്കണം. പിന്നെ നമുക്കിതിൽ നിലക്കടല വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ വെള്ള എള്ളും ചേർത്ത് കൊടുക്കുക. ഇതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. നമുക്കൊരു ബേക്കിംഗ് ഷീറ്റ് എടുക്കാം. അതല്ലെങ്കിൽ നല്ല വാഴയില ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അതിലേക്ക് എണ്ണ തൂക്കി കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് പരത്തി വെക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പത്തലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് നല്ല ക്രിസ്പി ആവുന്ന വരെ വറുത്തെടുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ സോഫ്റ്റ് ആയിട്ടല്ല. നല്ല കഴിക്കുമ്പോൾ ഒക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. അപ്പോൾ കുറച്ച് നേരം തന്നെ നമ്മൾ അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ്. ഇതിൻ്റെ കളറൊക്കെ ഒരു ലൈറ്റ് റെഡിഷ് ഷെയ്ഡ് ആവുന്നത് വരെ നമ്മൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് അതിൻ്റെ പാകം. അപ്പോൾ നമുക്ക് എല്ലാം തന്നെ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമൊന്നും ഇട്ടിട്ട് പെട്ടെന്ന് അതിൻ്റെ കളറ് മാറ്റാൻ നോക്കരുത്. നമുക്കത് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടണം. അതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും വേണം. അപ്പോൾ അതെപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മധുർ വട ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസ് കൂടി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.